കഴിഞ്ഞ ദിവസം കേരളം കേട്ട ഒരു വാർത്ത നമ്മളെ ഒരുപോലെ ഭയപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. സ്വന്തം വീട്ടിലെ കുഞ്ഞിന്റെയോ മുതിർന്നവരുടെയോ ഡയപ്പർ കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു വീട്ടമ്മ പൊള്ളലേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് അവരത് കത്തിക്കാൻ ശ്രമിച്ചത്? കാരണം മറ്റൊന്നുമല്ല, അത് കളയാൻ നമുക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഡയപ്പറിനും ഉയർന്ന GST അടക്കമുള്ള നികുതികൾ നമ്മൾ സർക്കാരിന് നൽകുന്നുണ്ട്. എന്നാൽ ഇതെങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്ന ചോദ്യത്തിനു മുന്നിൽ അധികാരികൾ കൈമലർത്തുകയാണ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. നമ്മുടെ പഞ്ചായത്തുകളിൽ ഹരിതകർമ്മ സേന വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതിനായി മാസം നമ്മൾ 50 രൂപ മുതൽ 100 രൂപ വരെ യൂസർ ഫീസും നൽകുന്നുണ്ട്. പക്ഷെ ഡയപ്പറോ സാനിറ്ററി നാപ്കിനുകളോ അവർ സ്വീകരിക്കില്ല. മലിനമായ പ്ലാസ്റ്റിക് സ്വീകരിക്കാൻ നിലവിൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സംവിധാനമില്ല. ഇതോടെ സാധാരണക്കാർ എന്തു ചെയ്യും? ഒന്നെങ്കിൽ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടും, അല്ലെങ്കിൽ കത്തിക്കും. ഇനി ഇതിൽ എന്തെങ്കിലും നിയമമുണ്ടോ? സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പ്രകാരം ഡയപ്പർ പോലുള്ള സാനിറ്ററി വേസ്റ്റുകൾ മാനുഫാക്ചറേഴ്സ് തന്നെ തിരികെ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ചട്ടം. ഇതിനെ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നു. എന്നാൽ കടകളിൽ ഡയപ്പർ വിൽക്കുന്ന കമ്പനികൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. നികുതി വാങ്ങുന്ന സർക്കാരും ലാഭം കൊയ്യുന്ന കമ്പനികളും കൈയൊഴിയുമ്പോൾ സാധാരണക്കാരന്റെ അടുക്കള മുറ്റത്ത് ഇത് വലിയൊരു ബാധ്യതയായി മാറുന്നു. ഇതിന് എന്താണ് യഥാർത്ഥ പരിഹാരം? പഞ്ചായത്ത് തലത്തിൽ ഉയർന്ന താപനിലയിൽ പുകയില്ലാതെ മാലിന്യം കത്തിച്ചു കളയുന്ന ഇൻസിനറേറ്റേഴ്സ് സ്ഥാപിക്കണം. ഹരിതകർമ്മ സേന വഴി ശേഖരിക്കുന്ന ഡയപ്പറുകൾ ഇവിടെ എത്തിച്ച് സംസ്കരിക്കണം. ഹരിതകർമ്മ സേനയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക കിറ്റുകളും വാഹനങ്ങളും സർക്കാർ ലഭ്യമാക്കണം. ഓരോ ഡയപ്പർ പാക്കിനൊപ്പവും അത് നിക്ഷേപിക്കാനുള്ള പ്രത്യേകം അടയാളപ്പെടുത്തിയ ബാഗുകൾ കമ്പനികൾ നൽകണം. സാധിക്കുമെങ്കിൽ കഴുകി ഉപയോഗിക്കാവുന്ന ക്ലോത്ത് ഡയപ്പേഴ്സിലേക്ക് മാറുക. ഇന്ന് ആ വീട്ടമ്മയ്ക്ക് സംഭവിച്ച ദുരന്തം നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാം. മാലിന്യ സംസ്കരണം എന്നത് ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് സർക്കാരിന്റെ കടമ കൂടിയാണ്. ഡയപ്പർ വാങ്ങുമ്പോൾ നമ്മൾ നൽകുന്ന ടാക്സ് അത് സുരക്ഷിതമായി സംസ്കരിക്കാൻ കൂടി ഉപയോഗപ്പെടണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.